കലാഭവൻ മണിയുടെ പെങ്ങളായ നടി. ഹിറ്റ് ചിത്രം. വീഡിയോ ലീക്ക് ആയതോടെ ജീവിതം മാറി. സിനിമ എന്ന മാസ്മരിക മായിക ലോകം വിജയങ്ങളുടേതു മാത്രമല്ല, വെല്ലുവിളികളുടെയും അപ്രതീക്ഷിതമായ ചതിയുടെയും കൂടിയാണ്. ആ ചതിക്കുഴികളിൽ വീഴാതെ മുന്നേറുന്നവർ വിജയം കുറിക്കും. മറ്റു ചിലർ വീണെടുത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കും. തൻ്റെ കൗമാരപ്രായത്തിൽ സിനിമയിലെത്തിയ ഈ താരം സിനിമാ കുടുംബത്തിലെ അംഗമാണ്. നടൻ കലാഭവൻ മണിയുടെ അനിയത്തി വേഷം ഈ നായികയ്ക്ക് മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തു. എല്ലാറ്റിനും ഒരു അന്ത്യമുണ്ടെന്ന് പറയുന്നത് പോലെ ഒരൊറ്റ വീഡിയോ ലിങ്കിലൂടെ ആ നായികയ്ക്ക് കരിയറിൽ ഒരു വൻ തിരിച്ചടിയുണ്ടായി. ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച നടിയാണ് കഥാനായിക. താജ്മഹൽ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടി റിയ സെന്നിന് പ്രായം വെറും 19 വയസ്സ്. ഭരതിരാജ സംവിധാനം ചെയ്ത ചിത്രം റിലീസ് ചെയ്തത് 1999. ഇന്ന് 44 വയസ്സ് പ്രായമുണ്ട് ഈ താരത്തിന്. സിനിമയിൽ വലിയ വിജയം നേടിയ ആളല്ല ഈ നടിയെങ്കിലും അവരുടെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രശസ്ത നടി മുൻമുൻ സെന്നിന്റെ പെൺമക്കളിൽ ഒരാളാണ് റിയ സെൻ. മുത്തശ്ശി സുചിത്ര സെന്നും അറിയപ്പെടുന്ന അഭിനേത്രി. ത്രിപുര രാജകുടുംബാംഗം ഭരത് ദേവ് വർമ്മയാണ് റിയ സെന്നിന്റെ പിതാവ്. താജ്മഹൽ എന്ന സിനിമ കൂടാതെ പ്രശാന്തിന്റെ ഒപ്പം വേഷമിട്ട ഗുഡ് ലക്ക് എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായിരുന്നു സ്റ്റൈൽ. റിയ സെന്നിന്റെ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസ് വിജയമായിരുന്നില്ല. 2006 പുറത്തിറങ്ങിയ സ്വപ്ന മണി മണിക്ക് ശേഷം വന്ന അവരുടെ 12 സിനിമകളും പരാജയപ്പെട്ടു. അതിൽ നിന്നും കരകയറാൻ റിയ സെൻ പാടുപെട്ടു. 2016 പുറത്തിറങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് എന്ന സിനിമയിൽ റിയ സെൻ ശ്രദ്ധ നേടി. അതിനു പുറമെ റിയ സെൻ വെബ് സീരീസിലും ഭാഗ്യം പരീക്ഷിച്ചു. 2005 റിയ സെൻ ഒരു പ്രണയബന്ധത്തിലാണെന്ന ഗോസിപ്പും പ്രചരിച്ചു. നടൻ അഷ്മിത് പട്ടേൽ ആയിരുന്നു ആ ഗോസിപ്പ് വാർത്തയിൽ റിയ സെന്നിന്റെ പേരിനൊപ്പം ഉയർന്നു കേട്ട നായകൻ. ഇന്ന് അഭിനയിച്ച സിനിമകളുടെ പേരിൽ ശ്വേതാ മേനോന്റെ പേരിലെ കേസുകളും വിവാദങ്ങളും തലപൊക്കിയെങ്കിൽ അന്ന് റിയ സെന്നിന്റെ കരിയറും ജീവിതവും മാറ്റിമറിച്ചത് ഒരു വീഡിയോ ആയിരുന്നു. അക്കാലത്ത് AI ഉണ്ടായിരുന്നില്ല. MMS വീഡിയോകൾ അക്കാലത്ത് സൃഷ്ടിച്ച ഓളം ചെറുതല്ലായിരുന്നു. റിയ സെന്നിന്റെയും അഷ്മിത് പട്ടേലിന്റെയും എന്ന പേരിലും ഒരു MMS വീഡിയോ പുറത്തിറങ്ങി. സിനിമാ മേഖലയിൽ ഏറെ വിവാദവും കോളിളക്കവും സൃഷ്ടിച്ച വീഡിയോ ആയിരുന്നു ഇത്. ഈ വീഡിയോ ഫേക്ക് ആയിരുന്നു എന്ന് റിയ സെന്നും അഷ്മിത് പട്ടേലും പ്രതികരിച്ചു. അതിനു പിന്നാലെ റിയ സെന്നിന്റെ സിനിമ അവസരങ്ങളും കുറഞ്ഞു. റിയ സെന്നിന്റെ വ്യക്തി ജീവിതവും പ്രശ്നങ്ങളാൽ മുഖരിതമായി മാറി. നടൻ ജോൺ എബ്രഹാമും റിയ സെന്നും ഡേറ്റിംഗ് നടത്തുകയാണെന്ന് അകാലങ്ങളിൽ വാർത്ത പ്രചരിച്ചു. അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എഴുത്തുകാരനായ സൽമാൻ റുഷിദിയുമായും റിയ സെന്നിന്റെ പേര് ചേർത്ത് കെട്ടപ്പെട്ടു. ഈ ഊഹാപോഹങ്ങൾ റിയ സെൻ കാലാകാലങ്ങളിൽ നിരസിക്കുകയും ചെയ്തു. യുവരാജ് സിംഗ്, ശ്രീശാന്ത് എന്നിവരുടെയായിരുന്നു മറ്റു പേരുകൾ. 2017 കാമുകനായിരുന്ന ശിവം തിവാരി എന്ന യുവാവുമായി റിയ സെൻ വിവാഹിതയായി. ബംഗാളി ആചാരപ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം. കലാഭവൻ മണി, മനോജ് കെ ജയൻ, പൃഥ്വിരാജ്, കാവ്യ മാധവൻ എന്നിവർ അഭിനയിച്ച അനന്തഭദ്രം എന്ന സിനിമയാണ് റിയ സെൻ മലയാളത്തിൽ അറിയപ്പെടാൻ കാരണമായ ഏക ചിത്രം.